നമസ്തേ, ഞാൻ ശിവറാം ബാബുകുമാർ. മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യും. ഇന്ന് സംസാരിക്കുന്നത് 2025 ശനി മാറ്റം. ശനി മീനൻ രാശിയിലേക്ക് മാറുകയാണ്. 2025 മാർച്ച് മാസം 29 മാറി 2.25 വർഷം കഴിഞ്ഞിട്ട് 2027 ജൂണിലാണ് ശനി, ജൂൺ 3-ാം തീയതിയാണ് ശനി മേടൻ രാശിയിലേക്ക് പ്രവേശിക്കുന്നത്. അതുവരെ ശനി മീനത്തിൽ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ അല്ലെങ്കിൽ ഗുണങ്ങൾ അല്ലെങ്കിൽ ദോഷങ്ങളെ പറ്റിയാണ്. ആർക്കൊക്കെയാണ്? രോഹിണി, മകയിരം, തിരുവാതിര നാളുകളിൽ ജനിച്ചവരുടെ കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ സാധാരണ ധാരണ ഉണ്ട് 2.5 വർഷം ശനി നിൽക്കുമെന്നാണ്. ഈ ഒരു രാശി വന്നാൽ ഫുൾ ടൈം അത് നിൽക്കുമെന്നാണ്. ഇപ്പോൾ ഇതിൽ രോഹിണിക്കാർക്ക് 11-ലാണ് ശനി എന്ന് പറയും. 11-ൽ ശനി വരെ 2.5 വർഷം അടിച്ചു പൊളിക്കാമെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിക്കണ്ട. ആചാര്യൻ ചില കാര്യങ്ങൾ പ്രത്യേകമായിട്ട് അന്നേ നോട്ട് ചെയ്തിട്ടുണ്ട് ജ്യോതിഷം തുടങ്ങിയ സമയത്ത്. അതിലൊന്നാണ് നമുക്ക് ജനന സമയം അടിസ്ഥാനത്തിലാണ് നമ്മൾ ചന്ദ്രൻ എവിടെ നിൽക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ചന്ദ്രൻ നിൽക്കുന്ന ഡിഗ്രിയിൽ ആണ് നക്ഷത്രം ഏതാണെന്ന് മനസ്സിലാക്കുന്നത്. ആ നക്ഷത്രത്തിൽ എത്രാമത്തെ പാദത്തിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചന്ദ്രൻ നിൽക്കുന്ന രീതിയിലനുസരിച്ചിട്ട്. രോഹിണി നക്ഷത്രം സ്റ്റാർട്ട് ചെയ്യുന്നത് 13:06:40 ഡിഗ്രി തൊട്ടാണ്. ഇടവൻ രാശി 6:40 10 ഡിഗ്രി തൊട്ടാണ്. ഒരു 10 ഡിഗ്രി വരെ കാർത്തികയാണ്. അപ്പോൾ അതിനുശേഷം അപ്പോൾ ഈ ജനനസമയത്ത് ഏത് പാദത്തിലാണ് ഒരാൾ ജനിച്ചതെന്ന് അറിയാൻ പറ്റും. രോഹിണിയുടെ ഏത് പാദമാണ് അത്. ഞാനിപ്പോൾ എൻ്റെ ഈ സംസാരം ഞാനീ പറയുന്നത് രാശിയുടെ അടിസ്ഥാനത്തിലുള്ള നക്ഷത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞു വരാൻ ചുരുക്കം ഇതാണ്: നിങ്ങൾ 2.5 വർഷവും ഗുണവും ഉണ്ടാവില്ല, 2.5 വർഷം ദോഷവും ഉണ്ടാവില്ല. ശനി കണ്ടിന്യൂസ് 2.5 വർഷം ദോഷം ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ജീവിക്കണ്ടേ? ലാഭം തരികയാണെങ്കിലും അതുപോലെ തന്നെ. ആ കാലഘട്ടമാണ് ഞാൻ പറയുന്നത്. ഈ കാലഘട്ടത്തിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഡിസ്ക്രിപ്റ്റീവ് ബോക്സിൽ ഇതിൻ്റെ അടിസ്ഥാനവും ഞാൻ മുമ്പ് ചെയ്ത വീഡിയോയുടെ ലിങ്കും ഉണ്ട്. കാര്യം കണ്ടശനി എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെന്നാണ്. സാധാരണ ഇപ്പോൾ എല്ലാവരും ആനുകാലിക പ്രസിദ്ധീകരണങ്ങളിലും അമ്പലങ്ങളിലും പോറ്റിമാരും മറ്റുള്ളവരൊക്കെ പറയും, ഓ രോഹിണിയാണോ, പോരടിച്ചല്ലോ 11-ലല്ലേ ശനി. തിരുവാതിരയാണോ, ഓ 10-ൽ ശനി വന്ന് കണ്ടശനിയാണ്. ഇങ്ങനെ ആൾക്കാർ പറയും. അത് കംപ്ലീറ്റ് ആ ഒരു 2.5 വർഷവും അങ്ങനെയല്ല എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ കാലഘട്ടങ്ങളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. രോഹിണി നക്ഷത്രത്തിനെ സമയമെടുത്തോളം ഫുൾ നക്ഷത്രം 1, 2, 3, 4 പാദങ്ങളുടെ സമയമെടുത്തോളം 11-ൽ ശനി സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന 2026 മാർച്ചിൽ മാത്രമാണ്. ഡിഗ്രി കണക്കാക്കിയാണ് ഞാൻ പറയുന്നത്. ഒരാൾ ജനിച്ച ഡിഗ്രി ആ സമയം തൊട്ട് അതിൻ്റെ 5 ഡിഗ്രി ബാക്കും 5 ഡിഗ്രി മുമ്പോട്ടും ശനി ട്രാവൽ ചെയ്യുന്ന തത്തുല്യമായി ശനി ട്രാവൽ ചെയ്യുന്ന സമയമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ രോഹിണിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം 2025 വരെ ന്യൂട്രലാണ്. 10-ാം കണ്ടകശനി കഴിഞ്ഞിട്ട് ന്യൂട്രൽ പൊസിഷനിലാണ് ശനി നിൽക്കുന്നത്. 2025 നിങ്ങൾക്ക് ശനിയെ കൊണ്ടുള്ള ദോഷവും ഉണ്ടാവില്ല, ശനിയെ കൊണ്ടുള്ള ഗുണവും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഏറ്റവും നല്ല ഗുണമായ 11-ാം ഭാവത്തിൽ ശനി വരുന്നത് 2026 മാർച്ച് 26 തൊട്ടാണ്. അതോടെ തുടങ്ങി 1 വർഷത്തോളം ശനി 11-ൽ നിൽക്കും. നിങ്ങൾക്ക് ശനിയുടെ എല്ലാ ഗുണങ്ങളും കിട്ടും. എന്തൊക്കെ കിട്ടുന്നത്? ധനലാഭം, നല്ല പ്രതാപം കിട്ടും. പ്രതാപം മീൻസ് നല്ല പേര്, സൽപ്പേര്, ബിസിനസ്സിലും തൊഴിലിലൊക്കെ ഉയർച്ച ഉണ്ടാവും. കുട്ടികൾക്കെല്ലാം വളരെ സ്മാർട്ടായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാൻ പറ്റും. വീട്ടമ്മമാർക്ക് എല്ലാ രീതിയിലുള്ള ആൾക്കാർക്കും 11-ൽ ശനി വളരെ ഗുണങ്ങൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. മകയിര നക്ഷത്രം 1-ാം പാദം, അതിനും 2025 തികച്ചും ന്യൂട്രലാണ്. ദോഷവുമില്ല, ഗുണവുമില്ല. അവർക്ക് 11-ാം ഭാവത്തിൽ നിൽക്കുന്ന ശനി സ്റ്റാർട്ട് ചെയ്യുന്നത് 2026 മെയ് മാസത്തിലാണ്. അതുവരെ ന്യൂട്രലാണ്, ദോഷമില്ല, ഗുണവുമില്ല എന്നാണ് ഇതിൽ പറയാവുന്നത്. മകരൻ 2-ാം പാദത്തിൽ ജനിച്ചവർ. 2-ാം പാദത്തിൽ ജനിച്ചെന്ന് പറയുമ്പോൾ ഇടവൻ രാശിയുടെ അവസാനത്തെ ഭാഗമാണ്. ജനിച്ചവർക്കാണെങ്കിൽ 10-ൽ കണ്ടശനി ഇപ്പോഴും നിൽക്കുകയാണ്. കണ്ടശനി അവരുടെ കഴിഞ്ഞിട്ടില്ല. കണ്ടശനി കഴിയുന്നത് ഏപ്രിൽ മാസം, ഈ അടുത്ത മാസം ഏപ്രിൽ മാസം 25-ാം തീയതി, ഏപ്രിൽ മാസം 30 കൂടിയാണ് കണ്ടശനി കഴിയുന്നത്. 10-ലെ ശനി കഴിയുന്നത്. അത് കഴിഞ്ഞ് ന്യൂട്രലാണ്. 11-ലെ ശനി സ്റ്റാർട്ട് ചെയ്യുന്നത് 2026 ജൂൺ മാസത്തിൽ മാത്രമാണ്. 2026 ജൂണിലാണ്. അപ്പോൾ അവർക്ക് ഏപ്രിൽ 30 വരെ സമയദോഷമാണ്. അവർക്ക് കണ്ടശനിയാണ്, കണ്ടശനിയുടെ സമയമാണ്. അപ്പോൾ നിങ്ങളുടെ തൊഴിലിലെ കുറച്ച് ഉയർച്ച, അലച്ചിലും ഒക്കെ ഉണ്ടാകും. അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വേണം. ഞാൻ പറയുന്നത് മകയിരത്തിൻ്റെ 2-ാം ഭാഗം എന്ന് വെച്ചാൽ ഇടവരാശിയുടെ അവസാന ഭാഗം, അതാണ് അതിൽ പറയുന്നത്. അതുകൊണ്ട് അവർക്ക് തുടങ്ങാൻ പോകുന്നത് 2026 ജൂണിലെ 11-ൽ ശനി സ്റ്റാർട്ട് ചെയ്യുള്ളൂ. മകയിരം
മകയിര 3ഉം 4ഉം പാദം 3ഉം 4ഉം പാദം വരുന്നത് മിഥുനൻ രാശിയിലാണ്. മകയിര 3ഉം 4ഉം മിഥുനൻ രാശിയിൽ വരുന്നത് ഏപ്രിൽ 25 തൊട്ട് ഏപ്രിൽ 26 വരെ. ഈ അടുത്ത മാസം ഏപ്രിൽ 25 തൊട്ട് ഏപ്രിൽ 26 വരെ കണ്ടശനി നടക്കുകയാണ്. 10ലെ ശനിയാണ് നടക്കുന്നത്. 10ലെ ശനി നമുക്ക് എന്തെല്ലാം പറയാൻ പറ്റും? ധനനഷ്ടം വരും, പേരുദോഷം വരും, പുതിയ കർമ്മങ്ങളിൽ പ്രശ്നങ്ങൾ വരും, പുതിയ എന്തെങ്കിലുമൊക്കെ പ്ലാനുകൾ ചെയ്യാം, പുതിയ സ്റ്റാർട്ട് ചെയ്യാം എന്നൊക്കെ വിചാരിച്ചാൽ, അല്ലെങ്കിൽ അഡീഷണലായിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചാൽ അതിലെ പോയി കൊണ്ടുവന്ന അലച്ചിലുകൾ ഇതൊക്കെ 10ലെ ശനിയെ കൊണ്ട് വരാവുന്നതാണ്. എന്നുവെച്ചാൽ കണ്ടശനിയാണ് അതിന് പറയുന്നത്. അസുഖങ്ങളും വരാം, തൊഴിലിൽ അവർക്ക് അന്യോന്യം ഒരുപാട് അലച്ചിലും പ്രശ്നങ്ങളും വരും. മാത്രമല്ല ട്രാൻസ്ഫർ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരാൻ പറ്റും ഉദ്യോഗസ്ഥർക്ക്. അതൊക്കെയാണ് മകയിരം 3ഉം 4ഉം പാദത്തിനുള്ളവർക്ക് വരുന്നത്. അവർക്ക് 10ാം പാദത്തിൽ തന്നെയാണ് ഈ ഒരു വർഷം ശനി നിൽക്കുന്നത്. തിരുവാതിര ഇതാണ് 1ാം പാദം. അവർക്ക് ഇപ്പോൾ 9 കഴിഞ്ഞിട്ട് ന്യൂട്രൽ പൊസിഷനാണ്. ശനിയുടെ 9ലെ ശനി ന്യൂട്രലാണ് ഇപ്പോൾ നടക്കുന്നത്. ആ ന്യൂട്രൽ മാറാനായിട്ട് 2025 മെയ് 25 തൊട്ട് 2026 ഏപ്രിൽ വരെ 10ലാണ് ശനി. നേരത്തെ പറഞ്ഞ കണ്ടകശനി 10ലെ ശനി അവർക്ക് റൺ ചെയ്യാൻ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. അത് മെയ് 26 തുടങ്ങും. മെയ് 26 തുടങ്ങിയാൽ ഏകദേശം ഒരു വർഷത്തോളം 10ലെ ശനിയാണ് നടക്കുന്നത്. പല കാര്യങ്ങളും തടസ്സങ്ങൾ വരാം, തൊഴിൽപരമായ പ്രശ്നങ്ങൾ വരാം, ഒക്കെ വരാം. അതിനൊക്കെ നമ്മൾ മുൻകൂറായിട്ടുള്ള കാര്യങ്ങൾ അതിന് ചെയ്യേണ്ടി വരും. അവൾ തിരുവാതിര 2ാം ഭാവം, തിരുവാതിര 2ാം പാദം. അതിനാണെങ്കിൽ 2025 തികച്ചും ന്യൂട്രലാണ്. 10ലെ ശനി കണ്ടശനി തുടങ്ങിയിട്ടില്ല. 2025 ന്യൂട്രലാണ്. 10ലെ ശനി തുടങ്ങി 2026 ഫെബ്രുവരി മാസം തൊട്ട് കണ്ടശനി ആരംഭിക്കും. അപ്പോൾ അവർക്ക് അതുവരെ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ലാതെ പോകും. തിരുവാതിര 3ഉം 4ഉം പാദങ്ങൾ. തിരുവാതിരയുടെ 3ഉം 4ഉം പാദങ്ങൾ വരുന്നത് മിഥുനൻ രാശിയാണ്. 2025 തികച്ചും ന്യൂട്രലാണ്. ഒരു പ്രശ്നവും 2025 ദോഷവുമില്ല. ശനിയെക്കൊണ്ടുള്ള ദോഷവുമില്ല, ഗുണങ്ങളുമില്ല. 10ലെ ശനി കണ്ടശനി സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ മാസം 2026 ഏപ്രിലാണ്. 2026 ഏപ്രിൽ തൊട്ടാണ് 10ലെ ശനി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതാണ് രോഹിണി, മകയിരം, തിരുവാതിര ഈ 3 നക്ഷത്രങ്ങളെ പറ്റി എനിക്ക് 2025 കാര്യങ്ങൾ പറയാൻ കഴിയുന്നത്. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ കാര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്റ്റീവ് ബോക്സ് താഴെയുണ്ട്. അതിൽ ഞാൻ കാര്യങ്ങൾ ഇട്ടിട്ടുണ്ട്. അല്ലാതെ ആൾക്കാർക്ക് പാദങ്ങൾ അറിഞ്ഞുകൂടാ, അല്ലെങ്കിൽ ഏത് പാദം എന്നറിയില്ല, അങ്ങനെയൊക്കെ ഉള്ളവർക്ക് എന്നോട് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ കറക്റ്റായിട്ട് നിങ്ങളുടെ പാദം ഏതാണെന്ന് പറഞ്ഞു തരുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.